എത്രത്തോളം വെറൈറ്റീസ് ഉണ്ട് ബൊഗെയിൻവില്ലയുടെ? നമ്മുടെ ഒരു 250 പരം ഉണ്ട്. വാട്ടർമെലൻ കിസ് ഉണ്ട്, ബ്ലൂബെറി ഐസ് ഉണ്ട്, ബട്ടർ കപ്പ് ഉണ്ട്, ബ്രസ്സാ റെഡ് ഉണ്ടോ? ഉണ്ട്. മാജിക് ഐസ്ക്രീം, പിന്നെ എന്റെ വലിയ പ്ലാന്റുകളുണ്ട്. വെറൈറ്റീസിന്റെ പ്രൈസിംഗ് ഒക്കെ എങ്ങനെയാ വരും? ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഫ്രെയിം അല്ല? ഇസ്രായേൽ, സ്പെയിൻ, പിന്നെ കാനഡ, US. ഇപ്പൊ 35 വർഷം മുമ്പ് വന്ന കസ്റ്റമർ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. കുറെ മദർ പ്ലാന്റുകൾ ഇപ്പൊ ഉണ്ട് ഇവിടെ. ഇപ്പൊ ഈ റിസോർട്ട് പിന്നെ ഇപ്പൊ വലിയ 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 വീടുകളിലും ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചെടിയുടെ പൂക്കളൊക്കെ കുറഞ്ഞു. മിസ് വേൾഡും ജിമ്മി ചേട്ടനായിട്ട് എന്തൊരു കണക്ഷൻ? അതെ അതെ. തൃശ്ശൂര് പോയി കഴിഞ്ഞാൽ പൂക്കവടി കാണാം, അതേമാതിരി ഒരു സാധനങ്ങൾ വെക്കണത്. അതെ അതെ. ബൊഗെയിൻവില്ല ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചാൽ മതി. തീർച്ചയായിട്ടും. അപ്പൊ ഈ ബൊഗെയിൻവില്ല ഇങ്ങനെ ഉയർത്തി കെട്ടിക്കൊണ്ടുവന്നത് ഞങ്ങളാണ് ആദ്യം. നമ്മളിപ്പോ വരാപ്പുഴയിലാണ് ഉള്ളത്, എറണാകുളം ഡിസ്ട്രിക്റ്റില് വരാപ്പുഴയില്. ഇവിടെ കടലാസ് പൂവിന്റെ പെരുന്നാൾ നടക്കണം. ഇവിടെ ബൊഗെയിൻവില്ലയുടെ തന്നെ കേരളത്തിലെ ഫസ്റ്റ് നഴ്സറിയുടെ മുമ്പിലാണ് നമ്മളുള്ളത്. ആൽപൈൻ ഗാർഡൻസ്, ആൽപൈൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ജിമ്മി കല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ള 43 years ആയിട്ട് ബൊഗെയിൻവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് പ്രാന്താണ്. ആളെ പരിചയപ്പെടാനാണ് നമ്മൾ വന്നേക്കുന്നത്. കൂടുതൽ ഞാൻ പറയണ്ടല്ലോ, ഏകദേശം 250+ വെറൈറ്റീസ്, 43 വർഷമായിട്ട് അവരുടെ പ്രയത്നം, അവരുടെ സ്വപ്നം, അതാണ് നമ്മളിവിടെ കാണാൻ പോണത്. അപ്പൊ നമ്മൾ തുടങ്ങല്ലേ പൂക്കാവടി. നോക്കി ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ എടുത്തോ ജിമ്മി ചേട്ടാ? 43 years ആയി എന്ന് പറഞ്ഞു. അതെ അതെ, 43 years ആയി. ഇത് ഒരുപാട് വേറെ പ്ലാൻസ് ഒക്കെ ഉണ്ട്. ഈ ബ്രസീലിയൻ പ്ലാനിലോട്ട് എങ്ങനെ എത്തിയത്? അതായത് നമ്മൾക്ക് ഈ ഒരുപാട് വെറൈറ്റികളൊക്കെ നമ്മളിലുണ്ടായിരുന്നു, വെച്ചുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നമ്മൾ മനസ്സിലാക്കിയത് ഈ ബൊഗെയിൻവില്ല എന്നുള്ള ഈ കടലാസ് പൂക്കളാണ് ഏറ്റവും കൂടുതൽ കാലം അതിൻ്റെ പുഷ്പങ്ങൾ നിൽക്കും. പിന്നെ യാതൊരുവിധ കംപ്ലൈൻറ്റുകളും ഇല്ല അധികം. ഇപ്പോൾ കുറച്ച് കംപ്ലൈൻറ്റുകളൊക്കെ ഇപ്പോൾ ഹൈബ്രിഡ് വന്നപ്പോൾ നമ്മളുടെ വളപ്രയോഗത്തിൻ്റെ പ്രശ്നം കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വന്നു പോയിട്ടുണ്ടാകും. പക്ഷേ ഞങ്ങൾക്കൊരു കംപ്ലൈൻറ്റും ഇതേപോലെ വന്നിട്ടില്ല. അതുകൊണ്ടിട്ടാണ് ഈ പൂച്ചെടിയോടുള്ള താല്പര്യവും. പിന്നെ ഈ പൂക്കൾ ഒരുപാട് കാലം നിൽക്കുമല്ലോ, ഒരു 1.5 മാസത്തോളം എന്നൊക്കെ ഈ പൂ നിൽക്കും, ഒരു കേടുമില്ലാണ്ട്. കംപ്ലൈൻ്റ് ഒന്നുമില്ല. അപ്പം വീണ്ടും വീണ്ടും പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ ഒരു ചെടി ആർക്കെങ്കിലും കൊടുത്താൽ തന്നെ അത് ആ പൂ കഴിയുമ്പോഴേക്കും വീണ്ടും പൂക്കളുണ്ടായാണ്, വീണ്ടും പൂക്കാലം വരെയാണ്. അപ്പൊ അവർക്ക് സന്തോഷമാണ്, നമുക്കും അത് കൊടുക്കാനും സന്തോഷമാണ്. ഇതെനിക്കൊരു മഴക്കാലത്താണ് ഇത്തിരി കുറഞ്ഞു വരും. മഴക്കാലത്ത് പൊതുവെ ഈ ലീഫുമേ എല്ലാം വെള്ളം വീഴുമ്പോഴേക്കും പൂക്കള് ഒക്കെ കുറയും. അത് ഫ്രൂട്ട്സിനും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. എല്ലാത്തിനും ഈ മഴക്കാലം വരുമ്പോഴേക്കും പൊതുവെ പൂക്കളൊക്കെ കുറഞ്ഞു പോകും. അതായത് ഇലയുമെല്ലാം വെള്ളം വീഴുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് പൂക്കൾ കുറയും. കുറച്ച് ഡ്രൈ ആയിട്ട് നിൽക്കുമ്പോഴാണ് ഈ പൂക്കൾ ഉണ്ടാകുന്നത്. അതെ അതെ. ഇത് ബട്ടർ കപ്പ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇപ്പൊ ഇതിന്റെ ഈ ബട്ടറിന്റെ പോലെയുള്ള ഒരു എഡ്ജിലൊക്കെ ഒരു ഡിസൈനൊക്കെ വരും. ഇതിപ്പോ പൂ കുറച്ചൊന്ന് മൂത്ത് വരെയാണ്, പക്ഷെ അത് നല്ല ഭംഗിയുള്ള. ഇത് ഏതൊക്കെ കളേഴ്സിലുണ്ട്? ഇത് ഗോൾഡന്റെ ഉണ്ട്. അതെ അതെ, അവിടെ ഇരിപ്പുണ്ട്. ഇതൊക്കെ ഈ ഗോൾഡൻ വെറൈറ്റീസ് ആണ്. അതെ, അത് ബ്രിസഡ വെറൈറ്റിയാണ്, ഗോൾഡൻ വെറൈറ്റിയാണ്. അതെ അതെ. ജിമ്മി ചേട്ടാ, ഇപ്പൊ നമ്മുടെ നഴ്സറിയിൽ എത്രത്തോളം വെറൈറ്റീസ് ഉണ്ട് ബൊഗെയിൻവില്ലയുടെ? നമ്മുടെ ഒരു 250 പരം ഉണ്ട്. 250+ ഉണ്ട്. പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ് വെറൈറ്റികൾ. 43 years ആയിട്ടുള്ള. പിന്നെ നമ്മൾ ഇത്രയും വെറൈറ്റി ഉണ്ടെങ്കിലും നമുക്ക് ഈ കൂടുതൽ പുഷ്പിക്കുന്ന വെറൈറ്റികളും പിന്നെ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള വെറൈറ്റികളാണ് ഇപ്പൊ നമ്മൾ. അതെ അതെ. പിന്നെ അതും ഈ ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും കൂടിയാണ് നമ്മൾ
10-43 വർഷമായിട്ട് നമുക്ക് അറിയാലോ അവരുടെ എന്താണ് അതെ അതെ taste എന്നുള്ളത് അവർക്ക് അല്ലേ? ഏതാണ് ഇഷ്ടം എന്നുള്ളത് ഏകദേശം അവരുടെ മനസ്സ് നമുക്കറിയാം. അറിയാം. അപ്പൊ അതോട് ബന്ധപ്പെട്ട ചെടികളാണ് നമ്മൾ ഇപ്പൊ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. വെറൈറ്റികൾ ഇഷ്ടം പോലെ ഇങ്ങനെ എല്ലാ ദിവസങ്ങളും പുതിയ വെറൈറ്റികൾ വന്നിട്ടുണ്ട്. ജിമ്മി ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള വെറൈറ്റി ഏതാ? എനിക്കിപ്പോ അങ്ങനെ എനിക്കിപ്പോ എല്ലാം നോക്കുമ്പോ അതിന്റെ ഒരു ഭംഗി ഉണ്ട്. ഏത് ചെടിയിലും ഒരു പ്രത്യേക ഒരു ഭംഗിയായിട്ട് തോന്നും. നമ്മുടെ ഒരു എഫേർട്ടാണ്. അതെ അതെ. ഇപ്പൊ നമ്മള് ഏറ്റവും ഇഷ്ടം എന്ന് പറയുമ്പോഴേക്കും മറ്റുള്ള ചെടികൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന പോലെ അവരെല്ലാം അതെ കേട്ടോണ്ടിരിക്കുകയല്ലേ? അതെ അവരൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ. ഇപ്പൊ നമ്മളൊക്കെ ഒന്ന് അടുത്തുകൂടി പോകുമ്പോ ചെറിയൊരു അനക്കമൊക്കെ ഉണ്ടാവും, ഒന്ന് ഷെയ്ക്കൊക്കെ ചെയ്യവര്. അപ്പൊ അതിന് ഉത്തരം പറയണ്ട. അതെ അതെ. അവർക്കൊരു അത്ര അറ്റാച്ച്മെന്റ് ഉണ്ട് നമ്മൾ ഈ പാർട്ടികളെ എല്ലാവരോടും. ഇപ്പൊ നമ്മൾ തന്നെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴേക്കും എവിടെ പോകണം എന്നുള്ള ഒരു ചോദ്യം പോലെയാണ് അവര് നമ്മളോട് ചോദിക്കുന്ന പോലെ നമുക്ക് തോന്നും. അതെ നമ്മുടെ കുറച്ച് ഇതിനെ കൂടി ഞാനും എന്റെ കുടുംബവും ഇതിനെ കൂടി അലിഞ്ഞു ചേർന്നേക്കാണ്. അതെ അതെ. കണ്ടാലറിയാതെ അതെ അതെ. എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെ. ചേട്ടാ ഇത് ഓൾറെഡി ഓർഡർ ചെയ്താണോ? അതെ അതെ. ഇത് ഓർഡർ ആയതാണ്. ഓക്കെ ഓക്കെ. ഇത് എങ്ങോട്ടുള്ള പ്ലാന്റ്? എങ്ങോട്ട് പോകുന്നത്? ഇത് ഈ തൃപ്പൂണിത്തറ ഭാഗത്തേക്കാണ്. അതെ. ഏത് പ്ലാന്റ് ഇത്? ഇത് ഒരു സൺറൈസിന്റെ ഒരു വെറൈറ്റിയാണ്. സൺറൈസിന്റെ വെറൈറ്റി. ഇപ്പൊ നമുക്കൊരു പുതിയൊരു കളക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ തൈ കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ടൊന്നും ഒരു 2 വർഷമെങ്കിലും നമ്മൾ അത് പരിപാലിച്ച് അതിൽ നിന്ന് നമ്മൾ പിടിപ്പിച്ചൊക്കെ എടുക്കുമ്പോഴാണ് ഗ്രാഫ്റ്റ് ചെയ്തൊക്കെ. അതെ പല മെത്തേഡുകളും ഉപയോഗിക്കാറുണ്ട്. ഏതാണ് ഏറ്റവും കൂടുതൽ പിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മെത്തേഡിലേക്ക് പോകും. ഒരേ മെത്തേഡിൽ തന്നെ പിടിച്ചെന്ന് കഴിഞ്ഞാൽ വിജയിക്കൂല. നമ്മളൊരു 10-100 പിടിപ്പിക്കുമ്പോഴേക്കും ഒരു 10-20 നമുക്ക് കിട്ടണത്. അതുകൊണ്ടിട്ടാണ് നമുക്ക് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനും ഒക്കെ പറ്റാത്തത്. നമ്മുടെ ക്ലൈമറ്റ് ഇങ്ങനെ ചേഞ്ചും പിന്നെ ഈ കാറ്റിന്റെ പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോഴേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പിടിച്ചു കിട്ടാൻ ഇല്ല. ഇത് ഇത്രയും വെറൈറ്റീസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതെ 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 അതെ. ഒരുപാട് സ്ഥലത്തൊക്കെ നമ്മൾ ഇതിനെ കുറിച്ച് കേരളത്തിന് പുറത്തും പിന്നെ ഇന്ത്യക്ക് പുറത്തും പല സ്ഥലങ്ങളിലും പോയി കളക്ട് ചെയ്തേക്കുന്നതാണ്. അതെ അതെ. അതിപ്പോ ഇതിനോടുള്ള ഒരു അതിയായ ഒരു ഇൻട്രസ്റ്റിംഗ് കൊണ്ടിട്ടാണത്. ഒരു പാഷൻ ഭയങ്കരമായിട്ട്. അതെ അതെ അതെ. പെട്ടെന്ന് ഒരാൾക്ക് അങ്ങനെ പെട്ടെന്ന് എല്ലാം ഇപ്പം നമുക്ക് മറ്റുള്ള ഇതുപോലെ മേടിച്ചു വിൽക്കാനും പറ്റില്ല. ഇതെല്ലാം നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ചെടികളാണ് ഇതെല്ലാം. ഈ കാണുന്നതെല്ലാം. ജിമ്മി ചേട്ടാ ഇതെല്ലാം വിൽപ്പനയ്ക്ക് റെഡി ആയി ചെറിയ പ്ലാന്റുകൾ വിൽപ്പനക്കുള്ളതാണ്. അത് നമ്മളൊരു 4 സ്റ്റേജിലേക്കാണ് നമ്മളിത് വളർത്തിക്കൊണ്ടുവരുന്നത്. ഓക്കെ. ആദ്യം വളരെ നിപ്പിൾ ടൈപ്പ് ആയിരിക്കും. അതിൽ നിന്ന് ഒരു അടുത്ത സൈറ്റിലേക്ക് വരും. പിന്നെ ഈ ഒരു സ്റ്റേജിലേക്കുള്ള രീതിയിൽ വരും. ഇതൊക്കെ ഒരു 4 വർഷമൊക്കെ എത്തിയ ദൃഢമായ പ്ലാന്റുകളാണ്. ഇതൊന്നും ഇനിയൊന്നും നശിച്ചൊന്നും പോകില്ല. ശരി. ഇത് ഏറ്റവും നന്നായിട്ട് പൂ പിടിക്കും. അതായത് ഏറ്റവും പ്രായമായ നല്ല ഗുഡ് വെറൈറ്റീസുകളാണ് നമ്മൾ തന്നെ കസ്റ്റമറിനും ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ പെട്ടെന്ന് പിടിപ്പിച്ചിട്ട് കൊടുക്കുന്നതൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ നശിച്ചു പോകാൻ സാധ്യതയാണ്. ഇപ്പൊ ഇതിന്റെ കേടുപാടുകളെല്ലാം തീർന്നതാണ്. ഇനി ഇത് എങ്ങനെ വെച്ചാലും പോകില്ല. ഇത് മഴയത്തിട്ടാലും പോകില്ല. ഇതിപ്പോ എന്ത് പ്രായ പ്ലാന്റ്? ഇതിപ്പോ ഒരു 3 വർഷമൊക്കെ പ്രായമായിട്ടുണ്ടാവും. 3-4 വർഷം എത്തിയുണ്ടാവും. ഈ കാണുന്നതോ? ഇതൊക്കെ ഒരു വർഷം ഒരു 1.5 വർഷം ആയിട്ടുണ്ടാവും. ഇത് ഇങ്ങനെ പിടിപ്പിച്ച് വന്നത്. ഇനി ഇതെല്ലാം നമ്മൾ കുറ്റിയിട്ടൊക്കെ കെട്ടും. ഇതേപോലെ കുറ്റിയിട്ടൊക്കെ കെട്ടും. അപ്പോഴാണ് അതിന്റെ ഒരു പൂ വിരിയുമ്പോഴേക്കും അതിൻ്റെതായ ഒരു ഭംഗിയിലേക്ക് വരുന്നത്. അതെ അതെ അതെ. എനിക്ക് തോന്നുന്നു പ്ലാന്റ് ഏജ് ആവും തോറും അതിന്റെ പ്രൈസും കൂടി വരും. ചെറിയ പ്ലാന്റിനെക്കാട്ടും നമ്മൾ അതായത് ഒരു ചെറിയ പ്ലാന്റിൽ നിന്ന് ഒരു 4 പ്രാവശ്യം ഈ പാക്കറ്റ് മാറ്റിയാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിലേക്ക് വരുന്നത്. അതിന് അപ്പൊ ഒരല്പം ഇപ്പൊ വിലയിൽ ഒരല്പം വ്യത്യാസങ്ങൾ വന്നാലും അത് ദീർഘകാലം നിൽക്കും. നമ്മളെക്കാട്ടിയും ആയുസുണ്ട്. ധൈര്യമായിട്ട് കൊണ്ടുപോകാം. അതുകൊണ്ടിട്ട് അത് തന്നെയുണ്ട് ഞങ്ങളുടെ ഹൈലൈറ്റ്. അതായത് ഈ പ്ലാന്റ് മേടിച്ചിട്ട് അങ്ങനെ ഒരു നശിച്ചു പോകുന്നില്ല. നിറയെ പൂക്കളാണ്. വീണ്ടും പൂക്കളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും നേരത്തെ വരുന്ന എല്ലാ കസ്റ്റമറുകളും നമുക്ക് ഇവിടെ ഉണ്ട്. ഇപ്പോൾ 35 വർഷം മുമ്പ് വന്ന കസ്റ്റമർ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഞാനും ഒരുമിച്ചൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തൊക്കെ പോയി. നിറയുണ്ട് പൂക്കൾ. പിന്നെ ഇതിനോട് ഒരു താല്പര്യം കൂടി വേണം കേട്ടോ. പിന്നെ എങ്ങനെ ഇട്ടാലും ആ ഒരു വേനൽക്കാലം ആകുമ്പോഴേക്കും പൂ ഉണ്ടായിരിക്കും. അതിനിപ്പോൾ വളം ഇട്ടാലും വളം ഇല്ലെങ്കിലും ഒക്കെ പൂവാകും.
അതായത് സൂര്യന്റെ വെളിച്ചം അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ പൂക്കളാവും. ഇതൊക്കെ എന്ത് വെറൈറ്റീസ് ആയിട്ടോ ഈ കാണുന്നത്? ഈ തിമ്മയുടെ പിന്നാണ്, പിങ്കാണ്, പീച്ച് തിമ. കളറാണ്. തിമ എന്നാണ് പേര്. Okay. അതെ. ഇത് സൈലന്റ് ആണോ? ഇതൊക്കെ തായ്ലൻഡിൽ നിന്നുള്ള വെറൈറ്റി ആണ്. അവിടെ തന്നെ റെഡ് ഉണ്ട്. ഈ തിമ്മയുടെ ഒരുപാട് കളർ ഇപ്പൊ ഉണ്ട് കേട്ടോ. ഇത് എന്ത് വെറൈറ്റി? ഇത് ബ്രിസ റെഡ്. ബ്രിസ റെഡ് ആണ്. ബ്രിസ റെഡ്. ബ്രിസയുടെ പിങ്ക് ഒക്കെ ഇരിപ്പുണ്ട് അവിടെ. അതെ. ബ്രിസയുടെ തന്നെ എത്ര കണ്ടമാനം വെറൈറ്റി ഉണ്ട്. ശരിക്കും ഇതില് ഹൈബ്രിഡ് വെറൈറ്റീസും ഉണ്ട്, നമ്മുടെ നാടൻ വെറൈറ്റീസും ഇല്ലേ? അതെ. എന്താ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്? മെയിൻ ആയിട്ട് ഈ നാടൻ വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള വെറൈറ്റികളുണ്ട്. ഇപ്പോൾ ഓരോ രാജ്യങ്ങൾക്കും അവിടുത്തെ നാട്ടിലുള്ള വെറൈറ്റികളുണ്ട്. ഈ ഹൈബ്രിഡ് വരുമ്പോഴേക്കും നമുക്ക് കൂടുതൽ പൂക്കൾ ഉണ്ടാവും. ഒരു അത്യുൽപാദനം എന്ന് പറയുമല്ല, അതേപോലെ കൂടുതൽ പൂക്കളുണ്ടാവും. ആ പൂക്കളിലായിരിക്കും അതിൻ്റെ ഹൈലൈറ്റ് വരുന്നത്. അതായത് കൂടുതൽ പൂവുണ്ടാക്കാൻ എങ്ങനെ ശ്രമിക്കുന്നുള്ളതാണ് ഈ ഹൈബ്രിഡ് വെറൈറ്റിയിലേക്ക് കണക്കാക്കുന്നത്. അതെ. ഇപ്പം നമ്മൾ ഒരുപാട് വിത്തുകളുണ്ടല്ലോ, ഹൈബ്രിഡ് പപ്പായ അങ്ങനെയുള്ള വെജിറ്റബിൾ എല്ലാം ഇപ്പം ഹൈബ്രിഡാണ് വരുന്നത്. അതേപോലെ പൂക്കളിലും ഒരു ഹൈബ്രിഡ് വെറൈറ്റി. ശരിക്കും നമ്മുടെ ബൊഗെയിൻവില്ല നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റിയ സാധനമാണോ? തീർച്ചയായിട്ടും. നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയിൽ ഇപ്പൊ പഴയ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തും വിളയുന്നതാണ്. നമുക്ക് ഏത് ലോകരാഷ്ട്രങ്ങളുടെ പ്ലാന്റുകളും നമ്മുടെ ഈ ചെറിയ കേരളത്തിന് പറ്റിയ ഇതാണെല്ലാം. എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ വളർത്തിയുണ്ടാക്കാം. ഇപ്പൊ കുങ്കുമപ്പൂവൊക്കെ ഇവിടെ വളർത്തുന്നുണ്ട്. അതെ. കാശ്മീരിലുള്ള തണുപ്പിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പൊ പ്രത്യേക രീതിയിലൊക്കെ പിടിപ്പിക്കുന്നുണ്ട്. നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ പിടിപ്പിച്ചെടുക്കാം. ഓക്കെ. ജിമ്മി ചേട്ടാ, നമ്മൾ കൂടുതലും ഇങ്ങനെ ഹോസിലല്ലാതെ ഈ രീതിയിലാണോ ഒഴിക്കുക? അതെ. എടുത്താണ് ഒഴിക്കുക? അതെ. എന്തുകൊണ്ടാണ് അത്? എന്തുകൊണ്ടെന്ന് പറഞ്ഞാലേ, ഒന്നാമത്തെ കാര്യം കൂടുതൽ വെള്ളം വേസ്റ്റായി പോകും. പിന്നെ ഇത് വളരെ കുറച്ച് വെള്ളം മതി. ഹോസിലാണെങ്കിൽ നമുക്ക് വേറെ കൺട്രോളില്ല. ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചെടിയുടെ പൂക്കളൊക്കെ കുറഞ്ഞു പോകും. ഈ ചെടികൾക്ക് നമ്മൾ കുറച്ച് സ്റ്റോക്ക് ചെയ്യുന്ന വളങ്ങൾ കൂടുതൽ വെള്ളം വരുമ്പോഴേക്കും അത് കംപ്ലീറ്റ് പോകും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഒഴിക്കാം. ഓക്കെ. അപ്പോൾ നോട്ട് ദ പോയിന്റ് നല്ലൊരു ടിപ്പാണ്. അതെ. തീർച്ചയായിട്ടും അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഇങ്ങനെ ഒഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ വലിയ ഫാമുകളിലൊക്കെ അങ്ങനെ ഒഴിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിന്റെ ഒരു റിസൾട്ട് ഭയങ്കരമായിരിക്കും. പൂക്കളുടെ ഒരു വലിയ റിസൾട്ട് ആയിരിക്കും. അതാണ് അതിന്റെ ഒരു വ്യത്യാസം. ഇതിപ്പോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇത്രയധികം ബൊഗെയിൻവില്ല കണ്ടാണോന്ന് പറഞ്ഞൂടാ. വേറെ എന്തെങ്കിലും സീക്രട്ട് ഉണ്ടോ? ഇവിടത്തേക്ക് മാത്രമേ ഇല്ലില്ല. നമ്മള് ഇതിന്റെ ചേരി തന്നെ എപ്പോഴും ഉണ്ട്. പിന്നെന്ന് പറഞ്ഞാല് നമ്മള് ഇപ്പോ നമ്മളെ പൂക്കൾ ഉണ്ടായി കഴിയുമ്പോ അല്ല വളമിടുന്നത്. നമ്മൾ ഇതിനു വേണ്ടി നേരത്തെ തന്നെ ഒരുങ്ങിയാണ്. അതായത് നേരത്തെ തന്നെ ഇപ്പൊ കാരണന്മാര് പറയുമല്ലേ, ഈ കൊലക്കൂമ്പി കൊണ്ട് വളം ചേരുന്ന് പറയും. നമ്മളിത് നേരത്തെ തന്നെ ഇതിനുള്ള പരിചരണങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു രീതിയിലേക്ക് വരുന്നത്. ജിമ്മി ചേട്ടാ, അതെ, എനിക്ക് കുറച്ച് വെറൈറ്റീസിന്റെ പേരൊക്കെ അറിയാം. ഉണ്ടോന്ന് അറിയണല്ലോ. ആൾക്കാർ അന്വേഷിച്ച് വരുമ്പോ ഇല്ലാന്ന് പറയാൻ പറ്റില്ല. സക്കുറ ബെല്ലാക്ക ഉണ്ടോ? ഉണ്ട്. വാട്ടർമെലൻ കിസ് ഉണ്ട്. ബ്ലൂബെറി ഐസ് ഉണ്ട്. ബട്ടർ കപ്പ് ഉണ്ട്. ബ്രസ്സ റെഡ് ഉണ്ടോ? ഉണ്ട്. മാജിക് ഐസ്ക്രീം. പിന്നെ എന്റെ വലിയ പ്ലാന്റുകളുണ്ട്. ഓക്കെ. യെല്ലോ ജൂലിയറ്റ് ഉണ്ട്. യെല്ലോ ജൂലിയാണ്. ക്രിസ്റ്റീന ഉണ്ട്. ക്രിസ്റ്റീനയാണ്. ക്രിസ്റ്റീന കളിക്കും. ക്രിസ്റ്റീന ഇപ്പൊ ഞാൻ കൂടുതൽ പറഞ്ഞു ക്രിസ്റ്റീന. ഓക്കെ. ചൈന റെഡ് ഉണ്ടോ? ചൈന റെഡ് ഉണ്ട്. കിങ് ഓറഞ്ച് ഇവിടുത്തെ സ്പെഷ്യൽ വെറൈറ്റി ആണ്. മിസ് വേൾഡ് ഉണ്ട്. മിസ് വേൾഡും ജിമ്മി ചേട്ടനായിട്ട് എന്തൊരു കണക്ഷൻ? അതെ. എന്ത് സംഭവം എന്ന് പറഞ്ഞാൽ ഈ മിസ് വേൾഡ് എന്ന് പേരിട്ടത് ഞാനാണ്. യഥാർത്ഥത്തിൽ അതെ. അതാണ് ഇപ്പൊ എല്ലായിടത്തും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വളരെ പോപ്പുലർ ആയിട്ടുള്ള വെറൈറ്റി. അതെ. പണ്ട് നേരത്തെ എന്ന് പറഞ്ഞ ഇന്റർനെറ്റിന്റെ സ്വാധീനമൊന്നും ഇല്ലല്ലോ. ചില കാര്യങ്ങൾ ചെടികളുടെ പേരിട്ടേക്കുന്നത് ഞാനാണ്. അതായത് എനിക്ക് അങ്ങനെ ഒരു പേര് ഇടേണ്ടി വന്നപ്പോഴേക്കും, പക്ഷെ അതിനെ ഗണ്ണിക്കാൻ ഇപ്പൊ വേറെ പേരില്ല ഈ മിസ് വേൾഡിന്. ആ മിസ് വേൾഡ് പോലെ തന്നെ ഉയർന്നു നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് അത്. അതെ, മിസ് വേൾഡ്. അപ്പൊ ഞാൻ ഇപ്പൊ ചോദിച്ച എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അതൊക്കെ ഇവിടെ ഉണ്ട്. ആൾക്കാർക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരാ. അതൊക്കെ ഉണ്ട്. എല്ലാത്തിന്റെ വെറൈറ്റികളുണ്ട്. അമാൻഡയുടെ ആണോ ഈ ഗാർഡൻ? അപ്പയുടെ ഉണ്ട്. അപ്പയുടെ ആണെങ്കിൽ അമാൻഡയുടെ കൂടിയാണ്. ശരിയല്ലേ?
അമ്മേന്റെ അപ്പയുടെ ഈ ഫ്ലവേഴ്സിന്റെ വെറൈറ്റീസിലേ ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്മേന്റെക്ക് ഏതാ? ഇതാണ് സംഭവം. എന്താ ഇതിന്റെ പേര് അറിയോ? എന്താണ് ഇതിന്റെ പേര്? തിമാറേഡ്. ആഹാ, അപ്പൊ പ്രൈസ് അടിച്ചല്ലോ. കൂട്ടുകാരികളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ടോ? ഫ്രണ്ട്സിനെയൊക്കെ? എന്നിട്ട് ചേട്ടാ അതെ എനിക്ക് നൈറ്റ് ഈ ലൈറ്റുകളൊക്കെ തെളിഞ്ഞെടുക്കുന്ന കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പലരും നൈറ്റ് അന്വേഷിച്ചു? അതെ, നൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഈ എയർപോർട്ട് എന്നുള്ള ആൾക്കാർ വരും. അപ്പൊ ഈ എയർപോർട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പത്തനംതിട്ട, റാന്നി, കോട്ടയം അവരെല്ലാവരും ഈ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഇതിലാണ് വന്നത്. അപ്പൊ രാത്രി 2 മണിക്കൊക്കെ ആയിരിക്കും വന്നത്. അപ്പൊ അവർക്ക് അതിയായ ആഗ്രഹം കൊണ്ടിട്ടാണ് വരുന്നത് പ്ലാന്റ് വാങ്ങിക്കാൻ. നേരത്തെ നമ്മളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മള് അതനുസരിച്ചിട്ട് അതെ ലൈറ്റൊക്കെ വേണ്ടി വരുമല്ല. അപ്പോ അവര് വിളിച്ചു പറയുകയാണെങ്കിൽ അവരുടെ പ്ലാന്റും റെഡിയാക്കി നമ്മൾ ബോക്സിലാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പൊ അവർക്കത് വാങ്ങിക്കുക മാത്രമല്ല ഇവിടെ വന്നൊന്ന് സന്ദർശിച്ചും ഒക്കെ പോകാനായിട്ടൊക്കെയാണ് അവർക്ക് ആഗ്രഹം. നമ്മൾ ഈ ചെറുപ്പക്കാർ മാത്രമല്ല, ഈ പ്രായമായിട്ടുള്ള കാരണന്മാരെയും അങ്ങനെയുള്ള ആർക്ക് വേണമെങ്കിലും വന്നതെല്ലാം ആസ്വദിക്കാം. അത്രയും പൂക്കളുണ്ട് ഇവിടെ. ഇപ്പൊ പൂക്കൾ കുറച്ച് കഴിയുമ്പോൾ മറിഞ്ഞു വരും. എന്നാലും വീണ്ടും വീണ്ടും പൂക്കാലം വരും. പക്ഷെ എല്ലാവർക്കും സ്വാഗതമാണ് ഇവിടെ. ആർക്ക് വേണമെങ്കിലും ആസ്വദിക്കാം. അതെ 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 ആർക്ക് വേണമെങ്കിലും വന്ന് ആസ്വദിക്കാട്ട. എല്ലാവർക്കും വെൽക്കമാണ്. ഇതാണ് വാട്ടർമെലൺ. അതെ 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 ഇതിന്റെ 2-3 വെറൈറ്റികളുണ്ട് കേട്ടോ. അതിന്റെ തൈയുടെ കുറച്ച് ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ഉണ്ടായിരുന്നാണ്. അപ്പൊ ഇതില് എന്ത് വെറൈറ്റീസ്? കളറിൽ വ്യത്യാസം ഉണ്ടാവും. അതെ, ചിലതൊരു മഞ്ഞ കളറോട് കൂടി ഉണ്ടാവും, ഒരു വൈറ്റോട് കൂടി പറഞ്ഞ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റികളുണ്ട്. ഇപ്പൊ ഓരോ ദിവസവും ഇങ്ങനെ വെറൈറ്റികൾ. അതെ 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 ശരിയായിട്ടുള്ള പ്ലാന്റുകൾ, അതായത് നെറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ഇരിക്കണം. അതിനാണ് അതിന്റെ ഒരു ക്വാളിറ്റി ഉള്ളത്. അതെ അതെ. സാധാരണ ഈ ചെടിച്ചട്ടിയിൽ കണ്ടിരുന്ന സാധനം ഇപ്പൊ ആർച്ചായിട്ടും പല പല ഷേപ്പിലൊക്കെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ ഇതിന്റെ പിന്നിലും ജിമ്മിച്ചേട്ടന്റെ കൈകൾ തന്നെയാന്ന് പറഞ്ഞേക്കുണ്ടല്ലോ. അതെ അതെ ഇതിപ്പോ നമ്മൾ എപ്പോഴും ഒരു വ്യത്യസ്തമായ രീതിയിൽ കാണിക്കുമ്പോഴാണല്ലോ ജനങ്ങൾക്കും അങ്ങനെ ചെയ്യാം എന്നുള്ളൊരു രീതിയിലേക്ക് ആശയത്തിലേക്ക് വന്നത്. ബൊഗൈൻവില്ല ഇങ്ങനെ ഒരിക്കലും കാണാറില്ല. അതെ അതെ ഇപ്പൊ ഈ ബൊഗൈൻവില്ല ഇങ്ങനെ ഉയർത്തി കെട്ടിക്കൊണ്ടുവന്നത് ഞങ്ങളാണ് ആദ്യം. അല്ലെങ്കിൽ എല്ലാവർക്കും ഈ ബുഷായിട്ട് നിൽക്കണേന്ന് ഇഷ്ടം. മിക്കവർക്കും ഇങ്ങനെ എപ്പോഴും വന്നവര് പൊക്കം കുറഞ്ഞില്ലേ എന്നുള്ള ഒരു ധാരണയാണ്. അതായത് എല്ലാവരും അത് പൊക്കം കുറഞ്ഞാണ് വളർത്തുന്നത്. പക്ഷെ നമ്മളുടെ ആശയം വേറെയാണ്. അതെ ഇത് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി കൂടിയാണ് സക്കൂറ. വളരെ സ്ലോയിലാണ് അതിങ്ങനെ കയറി വരുന്നത്. അതും ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. പിന്നെ ഇതേപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാട്ടോ. ഓരോ ആൾക്കാരുടെ ആശയങ്ങൾ അനുസരിച്ചിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്ത് വെക്കണ എന്ത് ഭംഗിയാണ്. അതെ 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 ഇത് ഒറിജിനൽ ആണല്ലോ. അവിടെ അറച്ചായിരുന്നു, ഇവിടെ വന്നപ്പോ അതെ 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 ഭയങ്കര രസം കാണാൻ. അതെ അതെ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് തോന്നിയതേ നമ്മുടെ ഈ വെഡിങ് ഇവന്റ്സിനൊക്കെയുള്ള എൻട്രൻസ് അല്ലേ, പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോ. അല്ല അതൊരു അവർക്കും ഇങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും എല്ലാവർക്കും ആയിട്ടുള്ള രീതിയിലുള്ള പ്ലാൻസുകൾ ഉണ്ട് ഇവിടെ ഉണ്ടല്ലോ. നമുക്ക് അറിയാം. ഈവൻ ഒരു സേവ് ദ ഡേറ്റിനോ അല്ലെങ്കിൽ ഒരു മോം ടു ബിയോ അല്ലെങ്കിൽ ഒരു ആനിവേഴ്സറി ഷൂട്ടിനൊക്കെ ഇവിടെ വരാൻ പറ്റും. തീർച്ചയായിട്ടും സ്വാഗതമാണ്. വെൽക്കം. എവരിവൺ ഈസ് വെൽക്കം ഹിയർ. അതെ 43 വർഷം മുമ്പ് വന്ന കസ്റ്റമർ അവരുടെ മക്കളെ ഇപ്പോഴും ഉണ്ട്. അവരുടെ ഒരു ഇങ്ങനെ ഒരു തലമുറയായിട്ട് വരുന്നവരുണ്ട് ഇവിടെ. അതെ 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 അപ്പൊ അവർക്ക് വന്നേക്കണ വ്യത്യാസവും ഞങ്ങൾക്ക് വന്നേക്കണ വ്യത്യാസങ്ങളും ഒക്കെ വിറ്റ് പോവാന്നുള്ളതല്ല, ഒരുപാട് റിലേഷൻ ഉണ്ട്. വളരെ ഫാമിലിയായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരുപാട് ഫ്രണ്ട്ഷിപ്പ്, ഒരുപാട് ഫാമിലീസ് ഉണ്ട്. ഇപ്പൊ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഇപ്പൊ ഞങ്ങൾക്ക്
കണക്ഷൻസ് ഉണ്ട്, ഈ ഫാമിലീസ് ബന്ധങ്ങളുണ്ട്. അതെല്ലാം ഈ ബൊഗെയിൻവില്ലയും കൊണ്ട് വന്നേക്കുന്ന. ബൊഗെയിൻവില്ല വഴി വരാപ്പുഴ has gone all over the world അല്ലേ? അതെ തീർച്ചയായിട്ടും. അതെ, ഇപ്പൊ വെളിം രാജ്യം, ഇപ്പൊ ഇസ്രായേൽ, സ്പെയിൻ, പിന്നെ കാനഡ, USA, അവിടെ നിന്ന് എല്ലാവരും വിളിച്ച് ഞങ്ങളെ അഭിനന്ദനങ്ങളെല്ലാം അറിയിക്കുന്നുണ്ട്. പിന്നെ അവരുടെ കാരണന്മാർക്കെല്ലാം കുറച്ച് ചെടി കൊണ്ടുപോയി കൊടുക്കാവോ എന്നൊക്കെ ചോദിക്കുന്നത്. ഇന്നലെ മലപ്പുറം കുറ്റിപ്പുറത്തേക്ക് വണ്ടി പോയേക്കായിരുന്നു. ഇവിടുന്ന് പ്ലാന്റുകളൊക്കെ പാക്ക് ചെയ്ത്, അപ്പൊ അവിടെ എല്ലാം പ്രായമായിട്ടുള്ള കുറച്ച് ആൾക്കാരൊക്കെയാണ്. അപ്പൊ അവർക്ക് അതിശയമാണ്. ഈ മക്കള് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോയി വളരെ ഭംഗി. അതെ 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 അതെ, അവരിതൊക്കെ കാണുമ്പോ അവർക്കൊരു സന്തോഷമല്ലേ. നമ്മൾ ഈ ഒരു സിംഗിൾ പ്ലാന്റില് മൾട്ടി കളർ അല്ലേ, അതൊരു ട്രെൻഡ് അത് നമ്മൾ ചെയ്യുന്നുണ്ട് ഒരുപാട്. നമ്മളെ ആദ്യം അത് ചെയ്തിരുന്നു. ഇപ്പോ നമ്മൾ അധികം ഒറ്റയ്ക്കുള്ള പ്ലാന്റുകളാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഒറ്റയ്ക്കുള്ളതാണെങ്കിൽ താഴത്തുനിന്ന് തുടങ്ങി മോൾ വരെയും ഒരേപോലെ തന്നെ ഇരിക്കും. പിന്നെ വലിയ കംപ്ലൈന്റ് കാണുന്നില്ല. അപ്പൊ അതുകൊണ്ടിട്ട് ഈ ഒറ്റയ്ക്കുള്ള പ്ലാന്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇത് മൾട്ടി കളർ ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ നമ്മള് എല്ലാം കൂടി സ്പെഷ്യലൈസ്. അതെ. തൃശ്ശൂര് പോയി കഴിഞ്ഞാൽ പൂക്കവടി കാണാം, അതേമാതിരി ഒരു സാധനങ്ങൾ വെക്കണത്. അതെ അതെ, നിറച്ചു പൂവാണ്. എന്താ സ്പെഷ്യാലിറ്റി? ഇത് കുറച്ച് പ്രായമുണ്ടട്ടാ. ഇവർക്കൊക്കെ ഒരു 10-35 വർഷം ഒക്കെ ഈ ചെടിച്ചട്ടിയിൽ തന്നെ നിൽക്കുന്നതാണ്. ഇതൊന്നും നമ്മൾ ഒട്ടിച്ചേക്കണല്ലട്ടാ, ഇത് ശരിയായിട്ടുള്ള ഹൈബ്രിഡ് വെറൈറ്റീസുകളാണ് ഇതെല്ലാം. അതെ അതെ അതെ, ഇത് മിസ് വേൾഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കേട്ടാ. എന്റെ ആദ്യകാലം ഞാൻ കൂടുതലൊക്കെ ഉത്പാദിപ്പിച്ചതും ഇന്നും കൂടുതൽ ഏറ്റവും കൂടുതൽ ഇതാണ് ഏറ്റവും കൂടുതൽ. മിസ് വേൾഡ് ആണല്ലോ. അതെ അതെ. അപ്പൊ മിസ് വേൾഡിന്റെ 35ാമത്തെ ബർത്ത്ഡേ ആണ്. തീർച്ചയായിട്ടും അപ്പൊ നമുക്കത് ആഘോഷിക്കണം, തീർച്ചയായിട്ടും ആഘോഷിക്കണം. ഗോൾഡൻ സൺഷൈനിന്റെ വെറൈറ്റി ആണ്. ഇതൊരു പിങ്കിഷ് ആണോ? അതെ, അതിങ്ങനെ ഒരു കുറച്ച് കളർ ചേഞ്ച് ചെയ്ത് വരും അത്. ഒരു പിങ്കിന്റെ ഒരു വേരിയന്റ്. അതെ അതെ അതെ, കുറച്ച് നാളുകളായിട്ട് അത് ഇറങ്ങിയിട്ട്. അതെ അതെ, ഫ്ലെയിം യെല്ലോ. ഇത് വെറൈറ്റീസ് ആണുള്ളത്. ഇത് തിക്കായിട്ട് പൂണ്ടാണ്ട് കേട്ടാ. അതെ, നല്ല പൂക്കളാണ്, നല്ല കളറും ഉണ്ട്. ഒരു പ്രത്യേക കളർ. എന്താ പറയാ? ഇത് ബ്രിസാ റെഡ്. അപ്പുറത്ത് കണ്ടതിന്റെ തന്നെ കളറിൽ ഇത്തിരി വ്യത്യാസമുണ്ട്. അതെ, ബ്രിസയുടെ കുറച്ചധികം വെറൈറ്റി ഉണ്ട് കേട്ടാ. കുറച്ചധികം ഇതിന്റെ തന്നെ പിങ്കും പീച്ചും അങ്ങനെയുള്ള ഒരുപാട് കളർ ഉണ്ട് ഇപ്പൊ. റെഡ്, ഇത് സ്റ്റോൺ റെഡ് ആണ്. അതെ അതെ, ഇത് അതിന്റെ ലീഫിനൊക്കെ ഉണ്ട് സ്റ്റോൺ റെഡ്. ചേട്ടൻ കേരള ക്രോസ് സർപ്രൈസ് കൊടുത്തോണ്ടിരിക്കാന്ന് പറഞ്ഞു. അതെ അതെ, എന്ത് സംഭവം? അത് ഈ വെളിയിലുള്ള മക്കളുണ്ടാവുമല്ല, ഈ മക്കള് ഈ കാരണന്മാർക്ക് ഈ പ്ലാന്റ്സ് കൊണ്ട് കൊടുക്കാനായിട്ടൊക്കെ ഞങ്ങളെ എത്തിക്കും. പിന്നെ ആള് മകൻ തന്നുവിട്ടാണെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മുടെ പയ്യന്മാര് അതുകൊണ്ട് കൊടുക്കുന്നത്. അത് ഇപ്പം നമ്മളൊരു കാരണന്മാർക്ക് ഒരു മധുരം മേടിച്ചു കൊടുക്കുന്നതിന് പകരം ഇതേപോലെയുള്ള ചെടികളൊക്കെ ആകുമ്പോ അത് എന്നും മധുരമായിട്ട് തന്നെ നിൽക്കണം, കാലങ്ങളോളം നിൽക്കണം. അതെ 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 അതെ. അപ്പൊ അത് പാരന്റ്സിന് മാത്രമല്ല, ഇപ്പൊ ഒരാൾക്ക് വേണമെങ്കിൽ ഒരു ബൊഗെയിൻവില്ല ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചാൽ മതി. തീർച്ചയായിട്ടും. അതെ അതെ, വിളിച്ചു കഴിഞ്ഞാല് നമുക്ക് കേരളത്തില് എവിടെയാണെങ്കിലും നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. അതൊരു വലിയ സന്തോഷമാണ്. അതെ അതെ, ഒന്നാമത്തെ പ്രത്യേകിച്ച് പ്രായമുള്ളവർക്കൊക്കെ അവർക്ക് ഇതൊരു മരുന്ന് പോലെ, അതായത് കുറച്ച് മനസ്സിനും ഒക്കെ സന്തോഷമായിരിക്കും. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നിറയെ പൂക്കളുണ്ടാവും. അതൊരു അടിപൊളി. ചേട്ടാ, ഇതെല്ലാം ഫോർ ഡെലിവറി അല്ലേ? അതെ അതെ, ഒരു പാക്ക് ചെയ്ത് കഴിഞ്ഞു. അതെ, പാക്ക് ചെയ്ത് കഴിഞ്ഞു. അവരെല്ലാവരും പാക്ക് ചെയ്ത് നല്ല ഭംഗിയായിട്ട് പാക്ക് ചെയ്തേക്കാണ്. ഇനി അത് നമ്മളുടെ ഇവിടെ അടുത്തുള്ള വണ്ടികളുണ്ട്. അപ്പൊ വണ്ടിക്കാര് അത് കൃത്യമായിട്ട് ആ വീട്ടില് ലൊക്കേഷൻ ഉണ്ടാവും. കൃത്യമായിട്ട് കൊണ്ടുപോയി എത്തിച്ചോളും. അവിടെ എത്തിച്ചോളും. അപ്പൊ ആർക്കെങ്കിലും ഈ പറഞ്ഞ ഇത്രയും ഭംഗിയുള്ള ഈ പ്ലാന്റുകളിലെ ഒരു വെറൈറ്റിയോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വെറൈറ്റീസോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആവശ്യമാണെങ്കിൽ ധൈര്യമായിട്ട് വിളിക്കാം. തീർച്ചയായിട്ടും അവിടെ ഭംഗിയായിട്ട് തന്നെ ഞങ്ങൾ എത്തിക്കും, സേഫ് ആയിട്ട്. അതെ അതെ, എത്തിക്കും. ഇപ്പൊ പാഴ്സലില് ഈ DTDC പോലെയുള്ള ഉണ്ട്, പക്ഷെ അതിനെക്കാട്ടിയും ഉപരിയായിട്ട് കുറച്ച് കൂടുതലുള്ള പ്ലാന്റുകളാണെങ്കിൽ വണ്ടിയിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ഭംഗിയായിട്ട്
സാധനം എത്തിക്കും. ഡോർ സ്റ്റെപ്പിൽ സാധനം കിട്ടും. അതെ 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 അതെ. അത് നല്ല ഭംഗിയായിട്ടുള്ള പാക്കിംഗ് ആയിരിക്കും, പൂക്കളൊന്നും പോകില്ല കേട്ടോ. ജിമ്മിച്ചേട്ടാ, ഈ ബൊഗെയിൻ വില്ലയുടെ പെരുന്നാൾ കണ്ടിട്ട് എനിക്ക് ഒരേ ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഓരോന്നും എന്റെ കൂടെ ഇവിടുന്ന് വിട്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പൊ വിദേശത്തു നിന്നും എല്ലാം നമുക്ക് അവിടെ ഫാം എല്ലാം ഒരുക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് വിദേശ ആൾക്കാരൊക്കെ നമ്മൾ സമീപിച്ചിട്ടുണ്ട് ഒരുപാട്. അവർക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിന്റെ ഫാം അവിടെ തുടങ്ങാനുള്ള അവസരം, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് ഞങ്ങൾ ചെയ്യാം. പക്ഷെ നമ്മൾ ഇനിയിപ്പോ ഇവിടുന്ന് വിട്ടുപോകാനായിട്ട് നമുക്ക് പറ്റൂല. ഇനിയിപ്പോ ജിമ്മിച്ചേട്ടൻ പറഞ്ഞാലും ഞങ്ങൾ വിടൂല. കേരളത്തിന് അത് വലിയ നഷ്ടമായിരിക്കുമല്ലോ. ഇത്രയും പൂക്കളുള്ള, ഇത്രയും വെറൈറ്റീസ് ഉള്ള, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള, ഇത്രയും നല്ല മനസ്സുള്ള മാൻ ഫുൾ ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് ലവ് ഇൻ ഹിസ് ഹാർട്ട്. അമാൻഡത് വീണ്ടും എത്തിട്ടോ. അമാൻഡ, ഈ വെറൈറ്റിന്റെ പേര് അറിയോ നിനക്ക്? എന്താ? അഡർന. ഓക്കെ, ഇത് പപ്പയുടെ നിന്ന് ആരോ മേടിച്ചേക്കണാണ്. ഇതിപ്പോ കൊടുത്തുവിടാൻ വേണ്ടിട്ട് വെക്കണോ? ഓക്കെ, അപ്പൊ വ്യൂവേഴ്സ്, അമാൻഡ പറഞ്ഞ അഡർന എന്ന് പറഞ്ഞ ഈ വെറൈറ്റീന്റെ പ്രൈസ് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? വേണമെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ അതിന്റെ പ്രൈസ്. ഓക്കെ, അമന്റയ്ക്ക് പ്രൈസ് അറിയാം, അമന്റെ ഇപ്പൊ പറയരുത് കേട്ടോ. ഓക്കെ, അവര് കമന്റ് ചെയ്യട്ടെ. ജിമ്മിച്ചിട്ട് നമ്മുടെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണ്? നമ്മുടെ ലൊക്കേഷൻ നമ്മൾ എറണാകുളത്ത് നിന്ന് വരികയാണെങ്കിൽ വരാപ്പുഴ ബ്രിഡ്ജ് കഴിഞ്ഞതിന് ശേഷം എടപ്പള്ളി വഴി വരും. അതെ അതെ, എടപ്പള്ളി കഴിയുമ്പോൾ ഒരു 600 മീറ്ററും കൂടി മുന്നോട്ട് വരണം. ഓക്കെ, മുന്നോട്ട് വരുമ്പോൾ ഏകദേശം ഒരു 4ാമത്തെ റൈറ്റിലേക്കുള്ള വഴിയാണ്. അവിടെ ഒരു സെന്റ് ജോർജ് പള്ളി, പുത്തൻ പള്ളിയുണ്ട്. ഓക്കെ, അവിടെ നിന്ന് നേരെ വരുന്നത് ഒളനാടാണ്. ഓക്കെ, ഒളനാട് നിന്ന് ഒരു തൊണ്ടിക്കുളം എന്ന് പറഞ്ഞൊരു കുളമുണ്ട് ഞങ്ങളുടെ അടുത്ത്. അവിടെയാണ് ഈ ചെറിയ ഈ നഴ്സറി ഉള്ളത്. ജിമ്മിച്ചിട്ട് ഇതിന്റെ വെറൈറ്റീസിന്റെ പ്രൈസിംഗ് ഒക്കെ എങ്ങനെയാ വരും? ഓരോന്നിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അതിന്റെ സ്പെഷ്യാലിറ്റീനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കും. അതെ 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 അതെ. അത് ഇപ്പൊ ഓരോ വെറൈറ്റികളുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ആ വെറൈറ്റി അനുസരിച്ചിട്ടാണ് അതിന്റെ റേറ്റ് ആയിട്ട് വരുന്നത്. അതിനൊരു വേരിയേഷൻ ഉണ്ടാവും. അതെ അതെ. ഓക്കെ, പിന്നെ ഇതിന് ഏജ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സിന് അല്ലെങ്കിൽ വലിയ പ്ലാന്റ്സിന് അതിനൊക്കെ വില കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കുമല്ലോ? അത് കൂടുതലായിരിക്കും. അതിപ്പോ ഇത്രയും വർഷം നമ്മൾ വളർത്തിയെടുക്കണല്ല, അത് നമ്മൾ ചട്ടി തന്നെ വെച്ച് വളർത്തി ഈ ഒരു സ്റ്റേജിലാകുമ്പോഴേക്കും അതിൻ്റെതായ ഒരു മൂല്യം ഉണ്ട് അതിന്. മദർ പ്ലാന്റ്സ് ഒക്കെ വിൽക്കാറുണ്ടോ? അതിപ്പോ ഞങ്ങൾക്ക് കുറെ മദർ പ്ലാന്റുകൾ ഇപ്പൊ ഉണ്ട് ഇവിടെ. വർഷമായതുകൊണ്ട്. അതെ അതെ, അധികമുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ ഇപ്പോൾ ഈ റിസോർട്ട്, പിന്നെ ഇപ്പോൾ വലിയ 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 വീടുകളിലും ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്. അതെ, അതായത് ഇപ്പൊ ഒരു ഇവന്റ് ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഹോട്ടലാണെങ്കിലോ റിസോർട്ട് ആണെങ്കിലും ഇത്രയും വലിയൊരു പ്ലാന്റ് വരുമ്പോ അവിടുത്തെ ഒരു ആംബിയൻസ് തന്നെ മാറിപ്പോ അതിപ്പോ നമ്മള് ഇപ്പൊ ഒരു എന്ത് സ്ഥാപനമാണെങ്കിലും വീടാണെങ്കിലും കോളേജാണെങ്കിലും എന്താണെങ്കിലും അവിടുത്തെ ഈ ചെടികളും ഇതൊക്കെ ഇതിലാണല്ലോ അതിന്റെ ഹൈലൈറ്റ് ഇരിക്കുന്നത്. അപ്പോൾ ആ ചെടിയുടെ മൂല്യം ആൾക്കാർ കണ്ടറിയും. അതെ, പിന്നെ ആ ചെടിയും കൂടി വരുമ്പോഴേ അതിന്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ആ ബിൽഡിങ്ങും ഒരു പൊതുവെ അന്തരീക്ഷം തന്നെ മാറിപ്പോവും. അതെ അതെ അതെ. രാവിലെ തന്നെ നഴ്സറിയിലോട്ട് ഇറങ്ങും. അതെ അതെ, ഓരോ പ്ലാന്റിനും അടുത്തറിയാന്ന് തോന്നല്ലേ? അതെ 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 അതെ. എല്ലാവരെയും നമുക്ക് അറിയാം കൃത്യമായിട്ട്. അപ്പൊ എല്ലായിടത്തും നമ്മുടെ കൈകള് എല്ലാത്തിന്റെയും ചോട്ടി ചെല്ലും. അതെ അതെ. പിന്നെ നമ്മുടെ പണിക്കാരും ഉണ്ട് കേട്ടാ, അവരും നല്ല പയ്യന്മാരുണ്ട്. അവരുടെ കൂടി സംരക്ഷണത്തിലാണ് എല്ലാം ഇപ്പൊ പോകുന്നത്. ഇപ്പൊ ഒരുപാടുണ്ടല്ലോ, അപ്പൊ എല്ലാം നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും. നേരത്തെ ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ, വൈഫും ഞാനും കൂടിയൊക്കെയാണ് നോക്കണത്. അപ്പൊ ഇപ്പൊ തുടങ്ങിയിട്ട് 41 വർഷമായി. വൈഫ് അതിനെക്കാട്ടി മുമ്പ് തന്നെ ഇവിടെ സ്റ്റാർട്ടിങ് ആക്കി കൊണ്ടുതുടങ്ങി ഉണ്ട് ഇവിടെ. അതെ, പിന്നെ വൈഫ് കൂടി വന്നപ്പോ വളരെ ഊർജിതമായി. അതെ അതെ, കാര്യങ്ങൾ കുറച്ചും കൂടി കാര്യഗൗരവത്തിലേക്കായി. അതെ അതെ അതെ, എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു സംഭവമാണ് ഇത്. അതെ അതെ അതെ, ഞാൻ മാത്രമല്ല, ഇപ്പൊ എല്ലാവരും കൂടി ചേർന്ന് ഒരു ഫാമിലിയുടെ. അതെ അതെ, ഇപ്പൊ എല്ലാവരും കൂടി ഇതിനകത്ത് അല്ലാതെ പറ്റൂല. അതെ, എല്ലാവരും കൂടി സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കൂ. അതെ അതെ. അപ്പൊ ഈ തിരക്കിനിടയിലും ഇനിയും ഒരുപാട് വെറൈറ്റീസ് ഡെവലപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ഇവിടെ എത്തിക്കാനും അതുവഴി പല വീടുകളിലും പല സ്ഥാപനങ്ങളിലും അല്ലെ കേരളത്തിലൊക്കെ എല്ലായിടത്തും ബൊഗെയിൻവില്ല. അതെ അതെ, ബൊഗെയിൻവില്ല എന്നുള്ള പേരുമായിരുന്നു തന്നെ ജിമ്മി ബൊഗെയിൻവില്ല എന്നുള്ള ജിമ്മി കല്ലൂര് മാറ്റിയിട്ട് ജിമ്മി ബൊഗെയിൻവില്ല ആക്കേണ്ടി വരും. തീർച്ചയായിട്ടും.
ജിമ്മി ചേട്ടാ. അതെ അപ്പൊ 43 വർഷത്തെ യാത്ര അതെ അതെ അത് തന്നെയല്ലെന്നറിയാം. വലിയൊരു സപ്പോർട്ട് എനിക്ക് ഇവിടെ ചേച്ചിയുടെ ഉണ്ട് തീർച്ചയായിട്ടും. അല്ലേ? അതെ എന്ത് ചേച്ചിയുടെ പേരെന്നാ? ചേച്ചിയുടെ റെക്സി. റെക്സി. റെക്സി എന്ന പേര്. ഓക്കെ. ആ, ഉവ്വ. പിന്നെ അമാൻഡ, അമാൻഡ, അതെ, അതെ, അമാൻഡയുടെ അതെ, ചേച്ചി. ഒരു 15 വർഷത്തെ ഗ്യാപ്പിലുള്ള ആളാണ്. പിന്നെ അമാൻഡയുടെ ചേച്ചിയുണ്ട് എമി. ഓക്കെ. അതെ, എമി ഇപ്പൊ ബാംഗ്ലൂര് പഠിക്കുന്ന ക്രൈസ്റ്റില് പഠിക്കുകയാണ്. ഓക്കെ. ഇനിയിപ്പോ അവളുടെ ഫൈനലിലേക്ക് ആയിട്ടുണ്ട്. ഓക്കെ. അതെ അതെ അതെ, അതാണ് ഞങ്ങളുടെ കുടുംബം. അതെ. അപ്പൊ സന്തോഷം. വളരെ ഒരുപാട് സന്തോഷം. എന്താ പറയാ, ഇവിടെ വരുമ്പോഴുള്ള ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. അത് ആൾക്കാർ ഇവിടെ വന്ന് അതെ അതെ, അനുഭവിക്കണം, തീർച്ചയായിട്ടും. ചെയ്യണം. അതെ അതെ, എല്ലാവർക്കും സ്വാഗതം. ഓൾ ആർ വെൽക്കം. അതെ. ഫ്രെയിം എങ്ങനെയുണ്ട്? പൊളി സാധനല്ലേ? ഒരു സേവ് ദ ഡേറ്റിനോ അല്ലെങ്കിൽ ഒരു ആനിവേഴ്സറിക്കോ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഫ്രെയിം അല്ലേ? നിങ്ങൾക്കും വരാം ഇവിടെ. നിങ്ങൾക്കും എന്തെങ്കിലും ഫോട്ടോഷൂട്ടോ മോം ടു ബിയോ ആനിവേഴ്സറിയോ അതിനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് പൊളിക്കാം. ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ്. ഓക്കെ.